കഥകളുമായൊരു മുത്തശ്ശൻ, കാതോരത്തൊരു മുത്തശ്ശൻ, കഥകളുമായൊരു മുത്തശ്ശൻ. കഥ കഥേ കഥ കഥ. കഥകളുമായി കഥമുത്തശ്ശൻ എത്തിയിട്ടോ. മുത്തശ്ശന്റെ ബാഗ് നിറയെ കഥകളാണേ. കേൾക്കാൻ റെഡിയായോ? ഇന്നാ പിടിച്ചോ ഒന്ന്. ഇത് ഒരു മയിലിന്റെ കഥയാണ് കേട്ടോ. മയിലിനെ കാണാൻ എന്ത് ചന്ത അല്ലേ. മയിലിങ്ങനെ പീലി വിടർത്തിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തൊരു ഭംഗിയാലേ. നമ്മുടെ കഥയിലെ മയിലിനെയും കാണാൻ നല്ല ഭംഗിയാട്ടോ. മാത്രമല്ല അവനൊരു വിചാരം ഉണ്ടായിരുന്നു, ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരന്ന്. അവനിടയ്ക്ക് തോടിന്റെ വക്കിലും പുഴയുടെ വക്കിലും ഒക്കെ ചെന്ന് നിന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കും. എന്തിനാണെന്നറിയോ? വെള്ളത്തില് തന്റെ ചിത്രം കാണാലോ. ആ ഭംഗി കണ്ട് ആസ്വദിക്കാനായിട്ട് അവൻ അങ്ങനെ ചെയ്യും. അങ്ങനെ അവനാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരൻ എന്ന് കരുതി ഇങ്ങനെ നടക്കുകയായിരുന്നു. അവനൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഒരു കൊക്ക്. അപ്പോ നമ്മുടെ മയിൽ ആ കൊക്കിനോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും, നിന്നെ കാണാൻ ഒരു ചന്തമില്ല. എന്നെ നോക്ക്, എന്റെ തൂവലുകൾ നോക്ക്, എന്തൊരു മിനുമിനുപ്പാണ്. ഞാൻ ഈ പീലി ഇങ്ങനെ വിടർത്തി നിൽക്കുമ്പോ എന്നെ കാണാൻ എന്ത് ചന്താണ്. നിന്നെ കണ്ടാൽ ഒരു രസമില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആ ചങ്ങാതിയായ കൊക്കിനോട് പറഞ്ഞ് അവനെങ്ങനെ വിഷമിപ്പിക്കും. അവൻ എങ്ങനെ വിഷമിക്കാതിരിക്കല്ലേ? നമ്മളെ നോക്കി ഒരാൾ ഒരു ചന്തമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും വിഷമാവില്ലേ? മയിലിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് കൊക്കിന് സഹിക്കാൻ വയ്യാതായിട്ടോ. ഒരു ദിവസം അവൻ തീരുമാനിച്ചു, ഇവനൊരു പണി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം മയിൽ ഇങ്ങനെ പറഞ്ഞപ്പോ കൊക്ക് എന്ത് ചെയ്തു എന്നറിയോ? ഇതാ നീ എന്നെയൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ചിറകങ്ങട്ട് വിടർത്തി ആകാശത്തേക്ക് പറന്നങ്ങനെ പോവാൻ തുടങ്ങി. നോക്ക്, നിനക്ക് ഇതുപോലെ പറക്കാൻ കഴിയോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് മയിലിനെ കളിയാക്കിക്കൊണ്ട് കൊക്ക് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പറന്നുപോയി. മയിലാണെങ്കിലോ നാണിച്ച് തലതാത്തി. ഈ കഥ ഇവിടെ തീരാണ് മക്കളെ. വീണ്ടും കാണാട്ടോ. ടാറ്റാ. കാതോരത്തൊരു മുത്തശ്ശൻ, കഥകളുമായൊരു മുത്തശ്ശൻ, കാതോരത്തൊരു മുത്തശ്ശൻ, കഥകളുമായൊരു മുത്തശ്ശൻ.